അധ്യായം 18. ദാവീദ് രാജാവിനോട് സംസാരിച്ചു തീർന്നപ്പോൾ ജോനാഥാന്റെ ഹൃദയം അവൻ്റെ ഹൃദയത്തോട് ഒട്ടിച്ചേർന്നു. ജോനാഥാൻ അവനെ പ്രാണതുല്യം സ്നേഹിച്ചു. സാവൂൾ അവനെ പിതൃഭവനത്തിലേക്ക് തിരിച്ചയക്കാതെ അവിടെ താമസിപ്പിച്ചു. ജോനാഥാൻ ദാവീദിനെ പ്രാണതുല്യം സ്നേഹിച്ചതിനാൽ അവനുമായി ഒരു ഉടമ്പടി ഉണ്ടാക്കി. അവൻ തൻ്റെ മേലങ്കിയൂരി ദാവീദിനെ അണിയിച്ചു. തൻ്റെ പടച്ചട്ടയും വാളും വില്ലും അരക്കച്ചിയും അവന് കൊടുത്തു. സാവൂൾ അയക്കുന്നിടത്തൊക്കെ പോയി ദാവീദ് കാര്യങ്ങളെല്ലാം നന്നായി നടത്തിപ്പോന്നു. അതുകൊണ്ട് സാവൂൾ അവനെ പടത്തലവനാക്കി. ഇത് ജനത്തിനും സാവൂളിൻ്റെ ഭൃത്യർക്കും ഇഷ്ടപ്പെട്ടു. സാവൂളിൻ്റെ അസൂയ. ദാവീദ് ഗോലിയാത്തിനെ സംഹരിച്ചതിന് ശേഷം അവർ മടങ്ങി വരുമ്പോൾ ഇസ്രായേലിലെ എല്ലാ നഗരങ്ങളിലും സ്ത്രീകൾ തപ്പും മറ്റു വാദ്യങ്ങളുമായി ആടിപ്പാടി സന്തോഷത്തോടെ സാവൂളിനെ എതിരേറ്റു. അവർ സന്തോഷം കൊണ്ട് മതിമറന്ന് പാടി. സാവൂൾ 1000 കൊന്നു, ദാവീദ് 10,000. ഇത് സാവൂളിന് ഇഷ്ടപ്പെട്ടില്ല. കോപാകുലനായി അവൻ പറഞ്ഞു, അവർ ദാവീദിന് 10,000 കൊടുത്തു, എനിക്കോ 1000. ഇനി രാജത്വമല്ലാതെ എന്താണ് അവന് കിട്ടാനുള്ളത്? അന്നു മുതൽ സാവൂൾ ദാവീദിനെ സംശയദൃഷ്ടിയോടെ വീക്ഷിക്കാൻ തുടങ്ങി. പിറ്റേ ദിവസം ദൈവം അയച്ച ഒരു ദുരാത്മാവ് സാവൂളിൽ പ്രവേശിച്ചു. അവൻ കൊട്ടാരത്തിനുള്ളിൽ ഭ്രാന്തനെ പോലെ പുലമ്പിക്കൊണ്ടിരുന്നു. ദാവീദാകട്ടെ പതിവ് പോലെ കിന്നരം വായിച്ചു കൊണ്ടിരുന്നു. സാവൂളിൻ്റെ കയ്യിൽ ഒരു കുന്തമുണ്ടായിരുന്നു. ദാവീദിനെ ചുമരോട് ചേർത്ത് തറയ്ക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് സാവൂൾ കുന്തമെറിഞ്ഞു. ദാവീദ് 2 പ്രാവശ്യം ഒഴിഞ്ഞു മാറി. കർത്താവ് അവനെ വിട്ട് ദാവീദിനോട് കൂടെയാണെന്നറിഞ്ഞപ്പോൾ അവൻ ദാവീദിനെ ഭയപ്പെട്ടു. സാവൂൾ അവനെ തൻ്റെ അടുക്കൽ നിന്ന് അകറ്റി ഒരു സഹസ്രാധിപനാക്കി. അവൻ അവരെ നയിച്ചു. കർത്താവ് കൂടെയുണ്ടായിരുന്നതിനാൽ എല്ലാ ഉദ്യമങ്ങളിലും ദാവീദ് വിജയം വരിച്ചു. ദാവീദിൻ്റെ വിജയം കണ്ട് സാവൂൾ കൂടുതൽ ഭയപ്പെട്ടു. എന്നാൽ ഇസ്രായേലിലും യൂദായിലുമുള്ളവർ ദാവീദിനെ സ്നേഹിച്ചു. അവൻ അവരുടെ സമർത്ഥനായ നേതാവായിരുന്നു. സാവൂൾ ദാവീദിനോട് പറഞ്ഞു, ഇതാ എൻ്റെ മൂത്ത മകൾ മേരബ്, അവളെ നിനക്ക് ഞാൻ ഭാര്യയായി നൽകാം. ധീരോചിതമായി നീ എനിക്ക് വേണ്ടി കർത്താവിൻ്റെ യുദ്ധം നടത്തിയാൽ മതി. എൻ്റെ കൈയല്ല, ഫിലിസ്ത്യരുടെ കൈ അവൻ്റെ മേൽ പതിക്കട്ടെ എന്ന് അവൻ വിചാരിച്ചു. ദാവീദ് സാവൂളിനോട് ചോദിച്ചു, രാജാവിൻ്റെ ജാമാതാവാകാൻ ഞാൻ ആരാണ്? ഇസ്രായേലിൽ എൻ്റെ പിതൃഭവനത്തിനും ഉറ്റവർക്കും എന്ത് സ്ഥാനമാണുള്ളത്? എന്നാൽ മേരബിനെ ദാവീദിന് ഭാര്യയായി കൊടുക്കേണ്ട സമയമായപ്പോൾ മെഹോലാത്യനായ അദ്രിയേലിന് നൽകുകയാണ് ചെയ്തത്. സാവൂളിൻ്റെ മകൾ മിഖാൽ ദാവീദിനെ സ്നേഹിച്ചു. സാവൂൾ അതറിഞ്ഞു. അവന് അതിഷ്ടമായി. അവൾ അവനൊരു കെണിയായി തീരുന്നതിനും ഫിലിസ്ത്യർ അവനെതിരെ തിരിയുന്നതിനും വേണ്ടി അവളെ ഞാൻ അവന് നൽകും എന്ന് രാജാവ് വിചാരിച്ചു. അതിനാൽ സാവൂൾ ദാവീദിനോട് 2 പ്രാവശ്യം പറഞ്ഞു, നീ എൻ്റെ ജാമാതാവാകണം. സാവൂൾ ഭൃത്യന്മാരോട് കൽപ്പിച്ചു, നിങ്ങൾ രഹസ്യമായി ദാവീദിനോട് ഇങ്ങനെ പറയണം, ഇതാ രാജാവ് നിന്നിൽ സംപ്രീതനായിരിക്കുന്നു. അവൻ്റെ ഭൃത്യന്മാരെല്ലാവരും നിന്നെ സ്നേഹിക്കുന്നു. ആകയാൽ നീ രാജാവിൻ്റെ മരുമകനായി തീരണം. സാവൂളിൻ്റെ ഭൃത്യന്മാർ അത് ദാവീദിൻ്റെ ചെവിയിൽ മന്ത്രിച്ചു. അവൻ ചോദിച്ചു, ദരിദ്രനും അപ്രശസ്തനുമായ ഞാൻ രാജാവിൻ്റെ മരുമകനാവുക എന്നത് അത്ര നിസ്സാരമാണെന്ന് നിങ്ങൾ കരുതുന്നുവോ? ഭൃത്യന്മാർ ദാവീദ് പറഞ്ഞ വിവരം അതേപടി സാവൂളിനെ അറിയിച്ചു. സാവൂൾ കൽപ്പിച്ചു, നിങ്ങൾ ദാവീദിനോട് ഇപ്രകാരം പറയണം, തൻ്റെ ശത്രുക്കളോടുള്ള പ്രതികാരമായി ഫിലിസ്ത്യരുടെ 100 അഗ്രചർമ്മമല്ലാതെ രാജാവ് യാതൊരു വിവാഹ സമ്മാനവും ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ ദാവീദിനെ ഫിലിസ്ത്യരുടെ കൈകളിൽ അകപ്പെടുത്താമെന്ന് സാവൂൾ വിചാരിച്ചു. ഭൃത്യന്മാർ ദാവീദിനെ ഇത് അറിയിച്ചപ്പോൾ രാജാവിൻ്റെ മരുമകനാകുന്നത് അവനിഷ്ടമായി. നിശ്ചിത സമയത്തിനുള്ളിൽ ദാവീദ് തൻ്റെ പടയാളികളോടൊത്ത് പുറപ്പെട്ടു ചെന്ന് ഫിലിസ്ത്യരിൽ 200 പേരെ കൊന്നു. രാജാവിൻ്റെ മരുമകനാകുന്നതിന് വേണ്ടി അവൻ അവരുടെ അഗ്രചർമ്മം രാജാവിനെ എണ്ണിയേൽപ്പിച്ചു. സാവൂൾ മിഖാലിനെ ദാവീദിന് ഭാര്യയായി കൊടുത്തു. കർത്താവ് ദാവീദിനോട് കൂടെയാണെന്നും മിഖാൽ അവനെ സ്നേഹിക്കുന്നെന്നും കണ്ടപ്പോൾ സാവൂൾ അവനെ കൂടുതൽ ഭയപ്പെട്ടു. അങ്ങനെ അവൻ ദാവീദിൻ്റെ നിത്യശത്രുവായി. ഫിലിസ്ത്യ പ്രഭുക്കന്മാർ യുദ്ധത്തിന് വന്നു.
അവർ വന്നപ്പോഴൊക്കെ സാവൂളിൻ്റെ സകല ഭൃത്യന്മാരെയും കാൾ ദാവീദ് വിജയശ്രീലാളിതനായി. തന്മൂലം അവൻ്റെ നാമം വിസ്തൃതമായി തീർന്നു. അധ്യായം 19. ദാവീദിനെ കൊന്നുകളയണമെന്ന് സാവൂൾ ജോനാഥനോടും ഭൃത്യന്മാരോടും കൽപ്പിച്ചു. എന്നാൽ സാവൂളിൻ്റെ മകൻ ജോനാഥാൻ ദാവീദിനെ വളരെയധികം സ്നേഹിച്ചിരുന്നു. ജോനാഥാൻ ദാവീദിനോട് പറഞ്ഞു, എൻ്റെ പിതാവ് സാവൂൾ നിന്നെ കൊല്ലാൻ ശ്രമിക്കുകയാണ്. അതിനാൽ നാളെ രാവിലെ നീ എവിടെയെങ്കിലും പോയി കരുതലോടെ ഒളിച്ചിരിക്കുക. നീ ഒളിച്ചിരിക്കുന്ന വയലിൽ വന്ന് എൻ്റെ പിതാവിനോട് നിന്നെപ്പറ്റി ഞാൻ സംസാരിക്കാം. എന്തെങ്കിലും അറിഞ്ഞാൽ നിന്നോട് പറയാം. ജോനാഥൻ തൻ്റെ പിതാവ് സാവൂളിനോട് ദാവീദിനെ പറ്റി നന്നായി സംസാരിച്ചു. അവൻ പറഞ്ഞു, ദാസനായ ദാവീദിനോട് രാജാവ് തിന്മ പ്രവർത്തിക്കരുതേ. അവൻ അങ്ങയോട് തിന്മ പ്രവർത്തിച്ചിട്ടില്ല. അവൻ്റെ പ്രവർത്തികൾ അങ്ങേക്ക് ഗുണകരമായിരുന്നതേയുള്ളൂ. അവൻ സ്വജീവനെ അവഗണിച്ച് പോലും ഗോലിയാത്തിനെ വധിച്ചു. മഹത്തായ വിജയം കർത്താവ് ഇസ്രായേലിയർക്ക് നൽകി. അത് കണ്ട് അങ്ങ് സന്തോഷിച്ചതാണ്. അകാരണമായി ദാവീദിനെ കൊന്ന് നിഷ്കളങ്ക രക്തം ചൊരിഞ്ഞ് പാപം ചെയ്യുന്നതെന്തിന്? സാവൂൾ ജോനാഥൻ്റെ വാക്കുകേട്ടു. ദാവീദിനെ കൊല്ലുകയില്ലെന്ന് കർത്താവിൻ്റെ നാമത്തിൽ ശപഥം ചെയ്തു. ജോനാഥാൻ ദാവീദിനെ വിളിച്ച് ഇതറിയിച്ചു. അവൻ ദാവീദിനെ സാവൂളിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. ദാവീദ് മുൻപത്തെ പോലെ അവനെ സേവിച്ചു. വീണ്ടും യുദ്ധമുണ്ടായി. ദാവീദ് ഫിലിസ്ത്യരോട് പടവെട്ടി വളരെ പേരെ വധിച്ചു. അവർ തോറ്റോടി. കർത്താവ് അയച്ച ദുരാത്മാവ് സാവൂളിൻ്റെ മേൽ ആവസിച്ചു. അവൻ കയ്യിലൊരു കുന്തവുമായി കൊട്ടാരത്തിലിരിക്കുകയായിരുന്നു. ദാവീദ് കിന്നരം വായിച്ചു കൊണ്ടിരുന്നു. സാവൂൾ അവനെ കുന്തം കൊണ്ട് ചുമരോട് ചേർത്ത് തറയ്ക്കാൻ ശ്രമിച്ചു. അവൻ ഒഴിഞ്ഞു മാറി. കുന്തം ചുമരിൽ തറഞ്ഞു കയറി. ദാവീദ് ഓടി രക്ഷപ്പെട്ടു. ദാവീദിനെ രാവിലെ കൊല്ലാൻ കാത്തു നിൽക്കേണ്ടതിന് അവൻ്റെ താമസ സ്ഥലത്തേക്ക് ആ രാത്രിയിൽ സാവൂൾ ദൂതന്മാരെ അയച്ചു. എന്നാൽ അവൻ്റെ ഭാര്യ മിഖാൽ പറഞ്ഞു, ഈ രാത്രി രക്ഷപ്പെട്ടില്ലെങ്കിൽ നാളെ അങ്ങ് വധിക്കപ്പെടും. ജനൽ വഴി ഇറങ്ങിപ്പോകാൻ മിഖാൽ ദാവീദിനെ സഹായിച്ചു. അങ്ങനെ അവൻ ഓടി രക്ഷപ്പെട്ടു. മിഖാൽ ഒരു ബിംബമെടുത്ത് കട്ടിലിൽ കിടത്തി. തലയ്ക്കൽ ആട്ടിൻ രോമം കൊണ്ടുള്ള തലയണ വെച്ച് തുണി കൊണ്ട് പുതപ്പിച്ചു. സാവൂൾ ദാവീദിനെ പിടിക്കാൻ ദൂതന്മാരെ അയച്ചപ്പോൾ അവൻ സുഖമില്ലാതെ കിടക്കുകയാണെന്ന് അവൾ പറഞ്ഞു. അവനെ കൊല്ലാൻ വേണ്ടി കിടക്കയോടെ തൻ്റെ അടുക്കൽ കൊണ്ടുവരാൻ സാവൂൾ ദൂതന്മാരെ അയച്ചു. ദൂതന്മാർ അകത്ത് കടന്നപ്പോൾ കട്ടിലിൽ ഒരു ബിംബവും തലയ്ക്കൽ ആട്ടിൻ രോമം കൊണ്ടൊരു തലയെണ്ണയുമാണ് കണ്ടത്. സാവൂൾ മിഖാലിനോട് ചോദിച്ചു, എൻ്റെ ശത്രു ഓടി രക്ഷപ്പെടാൻ അനുവദിച്ചുകൊണ്ട് നീ എന്തിനാണ് എന്നെ ഇങ്ങനെ വഞ്ചിച്ചത്? മിഖാൽ സാവൂളിനോട് പ്രതിവച്ചിച്ചു, നിന്നെ ഞാൻ കൊല്ലാതിരിക്കണമെങ്കിൽ എന്നെ വിട്ടയക്കുക എന്ന് അവൻ എന്നോട് പറഞ്ഞു. ദാവീദ് ഓടി രക്ഷപ്പെട്ടു. അവൻ റാമായിൽ സാമുവലിൻ്റെ അടുക്കലെത്തി. സാവൂൾ തന്നോട് പ്രവർത്തിച്ചതെല്ലാം അവനോട് പറഞ്ഞു. ദാവീദും സാമുവലും നായോത്തിൽ ചെന്ന് പാർത്തു. ദാവീദ് റാമായിലെ നായോത്തിലുണ്ടെന്ന് സാവൂളിന് അറിവ് കിട്ടി. ദാവീദിനെ പിടിക്കാൻ അവൻ ദൂതന്മാരെ അയച്ചു. ഒരു സംഘം പ്രവാചകന്മാർ പ്രവചിക്കുന്നതും സാമുവൽ അവരുടെ നേതാവായിരിക്കുന്നതും സാവൂളിൻ്റെ ഭൃത്യന്മാർ കണ്ടപ്പോൾ അവരുടെ മേലും കർത്താവിൻ്റെ ആത്മാവ് ആവസിക്കുകയും അവർ പ്രവചിക്കുകയും ചെയ്തു. സാവൂൾ ഇതറിഞ്ഞപ്പോൾ വേറെ ദൂതന്മാരെ അയച്ചു. അവരും പ്രവചിക്കാൻ തുടങ്ങി. മൂന്നാമതും അവൻ ദൂതന്മാരെ അയച്ചു. അവരും പ്രവചിച്ചു. അവസാനം സാവൂൾ നേരിട്ട് റാമായിലേക്ക് പുറപ്പെട്ടു. സെക്കൂയിലുള്ള വലിയ കിണറ്റിൻകരയിലെത്തി സാമുവലും ദാവീദും എവിടെയെന്ന് അന്വേഷിച്ചു. അവർ റാമായിലുള്ള നായോത്തിലുണ്ടെന്ന് ഒരാൾ പറഞ്ഞു. അവൻ അങ്ങോട്ട് പോയി. കർത്താവിൻ്റെ ആത്മാവ് അവൻ്റെ മേലും ആവസിച്ചു. റാമായിലെ നായോത്തിൽ എത്തുന്നതുവരെ അവൻ പ്രവചിച്ചു കൊണ്ടിരുന്നു. അവനും പ്രവചിച്ചുകൊണ്ട് സാമുവലിൻ്റെ മുൻപാകെ ആ രാത്രിയും പകലും വിവസ്ത്രനായി കിടന്നു. സാവൂളും പ്രവാചകനോ എന്ന പഴമൊഴിക്ക് ഇത് കാരണമായി. അധ്യായം 20. ജോനാഥാൻ സഹായിക്കുന്നു. ദാവീദ് റാമായിലെ നായോത്തിൽ നിന്ന് ഓടി ജോനാഥൻ്റെ അടുത്തെത്തി ചോദിച്ചു, ഞാൻ എന്തു ചെയ്തു? എന്താണ് എൻ്റെ കുറ്റം? എന്നെ കൊല്ലാൻ മാത്രം എന്ത് പാപമാണ് നിന്റെ പിതാവിനെതിരെ ഞാൻ ചെയ്തത്? ജോനാഥൻ പറഞ്ഞു, അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ. നീ മരിക്കുകയില്ല.
എന്നെ അറിയിക്കാതെ ഒരു കാര്യവും ചെറുതായാലും വലുതായാലും എൻ്റെ പിതാവ് ചെയ്യുകയില്ല. പിന്നെ എന്തിന് പിതാവ് ഇക്കാര്യം എന്നിൽ നിന്ന് മറച്ചു വയ്ക്കുന്നു? അങ്ങനെ സംഭവിക്കുകയില്ല. ദാവീദ് പറഞ്ഞു, നിനക്ക് എന്നോട് ഇഷ്ടമാണെന്ന് നിന്റെ പിതാവിന് നന്നായി അറിയാം. അതിനാൽ നീ ദുഃഖിക്കാതിരിക്കാൻ ഇക്കാര്യം അറിയേണ്ടെന്ന് അവൻ വിചാരിച്ചു കാണും. നീയാണേ, ജീവനുള്ള കർത്താവാണേ ഞാൻ പറയുന്നു, ഞാനും മരണവും തമ്മിൽ ഒരടി അകലമേയുള്ളൂ. ജോനാഥാൻ അവനോട് പറഞ്ഞു, നീ ആവശ്യപ്പെടുന്നതെന്തും നിനക്ക് വേണ്ടി ഞാൻ ചെയ്യാം. ദാവീദ് പറഞ്ഞു, നാളെ അമാവാസ്യയാണ്. പതിവനുസരിച്ച് ഞാൻ രാജാവിനോടൊത്ത് ഭക്ഷണത്തിനിരിക്കേണ്ടതാണ്. പക്ഷേ 3-ാം നാൾ വൈകുന്നേരം വരെ വയലിൽ ഒളിച്ചിരിക്കാൻ എന്നെ അനുവദിക്കണം. നിന്റെ പിതാവ് എന്നെ തിരക്കിയാൽ ദാവീദ് തൻ്റെ കുടുംബം മുഴുവനും ചേർന്നുള്ള വാർഷിക ബലിക്ക് ബേത്ലഹേമിൽ പോകാൻ അനുമതിക്കായി കേണപേക്ഷിച്ചുവെന്ന് പറയണം. അവൻ അത് കേട്ട് തൃപ്തനായാൽ ഈ ദാസൻ്റെ ഭാഗ്യം. കുപിതനായാൽ എന്നോട് തിന്മ ചെയ്യാൻ ഉറച്ചിരിക്കുന്നുവെന്ന് മനസ്സിലാക്കാം. ആകയാൽ ഈ ദാസനോട് കരുണ കാണിക്കണം. നമ്മൾ തമ്മിൽ കർത്താവിൻ്റെ നാമത്തിൽ ഒരു ഉടമ്പടി ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. ഞാൻ കുറ്റക്കാരനാണെങ്കിൽ നീ തന്നെ എന്നെ കൊല്ലുക. എന്തിനാണ് നിന്റെ പിതാവിൻ്റെ അടുക്കലേക്ക് എന്നെ കൊണ്ടുപോകുന്നത്? ജോനാഥൻ പറഞ്ഞു, അത് സംഭവിക്കാതിരിക്കട്ടെ. എൻ്റെ പിതാവ് നിന്നെ ദ്രോഹിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെന്ന് അറിഞ്ഞാൽ ഞാൻ നിന്നോട് പറയാതിരിക്കുമോ? അപ്പോൾ ദാവീദ് ജോനാഥനോട് ചോദിച്ചു, നിന്റെ പിതാവ് പരുഷമായിട്ടാണ് സംസാരിക്കുന്നതെങ്കിൽ അക്കാര്യം ആരെന്നെ അറിയിക്കും? വരുക, നമുക്ക് വയലിലേക്ക് പോകാമെന്ന് ജോനാഥൻ പറഞ്ഞു. അവരിരുവരും പോയി. ജോനാഥാൻ ദാവീദിനോട് പറഞ്ഞു, ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവാണേ, നാളെയോ മറ്റന്നാളോ ഈ സമയത്ത് ഞാൻ എൻ്റെ പിതാവിനോട് ചോദിക്കുകയും അവൻ നിനക്ക് അനുകൂലമാണെന്ന് കണ്ടാൽ ഞാൻ വിവരമറിയിക്കുകയും ചെയ്യും. നിന്നെ ദ്രോഹിക്കാനാണ് എൻ്റെ പിതാവിൻ്റെ തീരുമാനമെങ്കിൽ അതറിയിച്ച് നിന്നെ ഞാൻ സുരക്ഷിതനായി പറഞ്ഞയക്കും. അല്ലെങ്കിൽ കർത്താവ് എന്നെ ശിക്ഷിക്കട്ടെ. കർത്താവ് എൻ്റെ പിതാവിനോടുകൂടെ ആയിരുന്നതുപോലെ നിന്നോടുകൂടെയുമായിരിക്കട്ടെ. ഞാൻ ജീവിച്ചിരുന്നാൽ കർത്താവിൻ്റെ നാമത്തിൽ എന്നോട് കാരുണ്യം കാണിക്കണം. മരിച്ചാൽ എൻ്റെ കുടുംബത്തോട് നിനക്കുള്ള കൂറ് ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. കർത്താവ് ദാവീദിൻ്റെ ശത്രുക്കളെയെല്ലാം ഭൂമുഖത്തു നിന്ന് ഉന്മൂലനം ചെയ്യുമ്പോൾ ജോനാഥാൻ്റെ നാമം ദാവീദിൻ്റെ കുടുംബത്തിൽ നിന്ന് വിച്ഛേദിക്കരുതേ. നിന്റെ ശത്രുക്കളോട് കർത്താവ് പകരം ചോദിക്കട്ടെ. ദാവീദിന് തന്നോടുള്ള സ്നേഹത്തിൻ്റെ പേരിൽ ജോനാഥാൻ അവനെ കൊണ്ട് സത്യം ചെയ്യിച്ചു. അവൻ ദാവീദിനെ പ്രാണതുല്യം സ്നേഹിച്ചിരുന്നു. ജോനാഥാൻ അവനോട് പറഞ്ഞു, നാളെ അമാവാസ്യയാണ്. ശൂന്യമായ നിന്റെ ഇരിപ്പിടം നിന്റെ അഭാവം അറിയിക്കും. മറ്റന്നാൾ നിന്റെ അസാന്നിധ്യം കൂടുതൽ ശ്രദ്ധിക്കപ്പെടും. അന്ന് നീ ഒളിച്ചിരുന്ന സ്ഥലത്ത് കൽക്കൂമ്പാരത്തിന് സമീപം മറഞ്ഞിരിക്കണം. അതിൻ്റെ ഒരു വശത്തേക്ക് 3 അമ്പ് ഉന്നം നോക്കി ഞാനെയ്യും. പോയി അമ്പ് എടുത്തുകൊണ്ട് വരിക എന്ന് പറഞ്ഞ് ഒരു കുട്ടിയെ ഞാൻ അങ്ങോട്ടയക്കും. അമ്പ് നിന്റെ ഇപ്പുറത്താണ്, എടുത്തുകൊണ്ട് വരിക എന്ന് പറഞ്ഞ് കുട്ടിയെ അയച്ചാൽ നിനക്ക് എഴുന്നേറ്റ് വരാം. നീ സുരക്ഷിതനാണ്. അപകടമുണ്ടാവുകയില്ലെന്ന് കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ സത്യം ചെയ്യുന്നു. അമ്പ് നിനക്ക് അപ്പുറത്താണെന്ന് പറഞ്ഞ് കുട്ടിയെ അയച്ചാൽ നീ പൊയ്ക്കൊള്ളണം. കർത്താവ് നിന്നെ അകലത്തേക്ക് അയക്കുകയാണ്. നാം തമ്മിൽ ഈ പറഞ്ഞതിന് കർത്താവ് എന്നും സാക്ഷിയായിരിക്കട്ടെ. ദാവീദ് വയലിൽ പോയി ഒളിച്ചിരുന്നു. അമാവാസിയായി രാജാവ് ഭക്ഷണത്തിനിരുന്നു. രാജാവ് പതിവ് പോലെ ഭിത്തിയോട് ചേർന്നുള്ള തൻ്റെ ഇരിപ്പിടത്തിലിരുന്നു. ജോനാഥാൻ എതിർവശത്തും അബ്നേർ സാവൂളിൻ്റെ സമീപത്തും. ദാവീദിൻ്റെ ഇരിപ്പിടമാകട്ടെ ഒഴിഞ്ഞുകിടന്നു. സാവൂൾ അന്ന് ഒന്നും പറഞ്ഞില്ല. ദാവീദിന് എന്തോ സംഭവിച്ചിരിക്കണം. ഒരുപക്ഷെ അവൻ അശുദ്ധനാണ്. തീർച്ചയായും അങ്ങനെ തന്നെ എന്ന് അവൻ കരുതി. അമാവാസ്യയുടെ പിറ്റേ ദിവസവും ദാവീദിൻ്റെ ഇരിപ്പിടം ഒഴിഞ്ഞുകിടന്നു. സാവൂൾ പുത്രനായ ജോനാഥനോട് ചോദിച്ചു, ജെസ്സയുടെ മകൻ ഇന്നലെയും ഇന്നും ഭക്ഷണത്തിന് വരാത്തതെന്താണ്? ജോനാഥാൻ പറഞ്ഞു, ബേത്ലഹേമിലേക്ക് പോകാൻ അവൻ എന്നോട് അനുവാദം ചോദിച്ചിരുന്നു. ഞങ്ങളുടെ ഭവനം നഗരത്തിൽ ഒരു ബലിയർപ്പിക്കുന്നതിനാൽ ഞാനവിടെ ഉണ്ടായിരിക്കണമെന്ന് എൻ്റെ സഹോദരൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഞാൻ പൊയ്ക്കൊള്ളട്ടെ. എന്നോട് ദയയുണ്ടെങ്കിൽ എൻ്റെ സഹോദരന്മാരെ പോയി കാണാൻ അനുവദിക്കണമെന്ന് അവൻ അപേക്ഷിച്ചു. അതുകൊണ്ടാണ് രാജാവിൻ്റെ വിരുന്നിന് അവൻ വരാതിരുന്നത്. അപ്പോൾ സാവൂളിൻ്റെ കോപം ജോനാഥനെതിരെ ജ്വലിച്ചു. ദുർവൃത്തയും ദുശാട്ടിക്കാരിയുമായവളുടെ പുത്ര,
നീ ജസ്സയുടെ പുത്രൻ്റെ പക്ഷം ചേർന്ന് നിന്റെയും നിന്റെ അമ്മയുടെയും നാണം കെടുത്തുകയാണെന്ന് എനിക്കറിയാം. അവൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നിനക്ക് രാജാവാകാനോ രാജ്യത്വം സ്ഥാപിക്കാനോ സാധിക്കുകയില്ല. അതുകൊണ്ട് അവനെ ആളയച്ച് എൻ്റെ അടുക്കൽ പിടിച്ചുകൊണ്ടുവരിക. അവൻ മരിക്കണം. ജോനാഥാൻ ചോദിച്ചു, എന്തിനവനെ വധിക്കണം? അവൻ എന്തു ചെയ്തു? സാവൂൾ ജോനാഥനെ കൊല്ലാൻ അവൻ്റെ നേരെ കുന്തമെറിഞ്ഞു. ദാവീദിനെ കൊല്ലാൻ തന്നെ തൻ്റെ പിതാവ് തീരുമാനിച്ചിരിക്കുകയാണെന്ന് അവന് മനസ്സിലായി. അവൻ തീന്മേശയിൽ നിന്ന് കോപത്തോടെ ചാടി എഴുന്നേറ്റു. അമാവാസിയുടെ പിറ്റേ ദിവസമായ അന്ന് അവൻ ഭക്ഷണമൊന്നും കഴിച്ചില്ല. തൻ്റെ പിതാവ് ദാവീദിനെ അപമാനിച്ചത് നിമിത്തം അവൻ ദുഃഖിച്ചു. പിറ്റേ ദിവസം രാവിലെ ദാവീദുമായി പറഞ്ഞൊത്തിരുന്നതനുസരിച്ച് ജോനാഥാൻ ഒരു കുട്ടിയോടൊത്ത് വയലിലേക്ക് ചെന്നു. ജോനാഥാൻ ആ കുട്ടിയോട് പറഞ്ഞു, ഞാൻ എയ്യുന്ന അമ്പ് ഓടിച്ചെന്ന് കണ്ടെടുക്കുക. കുട്ടി ഓടുമ്പോൾ അവൻ്റെ അപ്പുറത്തേക്ക് ഒരമ്പെയ്തു. ജോനാഥാൻ എയ്ത അമ്പ് വീണ്ടെടുത്ത് കുട്ടി ചെന്നപ്പോൾ അവൻ കുട്ടിയോട് വിളിച്ചു പറഞ്ഞു, അമ്പ് നിന്റെ അപ്പുറത്തല്ലേ? ജോനാഥാൻ വീണ്ടും കുട്ടിയോട് വിളിച്ചു പറഞ്ഞു, അവിടെ നിൽക്കരുത്, ഓടുക, വേഗമാകട്ടെ. കുട്ടി അമ്പ് പെറുക്കിയെടുത്ത് അവൻ്റെ അടുത്തെത്തി. ജോനാഥനും ദാവീദിനുമല്ലാതെ കുട്ടിക്ക് കാര്യമൊന്നും മനസ്സിലായില്ല. ജോനാഥാൻ ആയുധങ്ങൾ കുട്ടിയെ ഏൽപ്പിച്ചിട്ട് ഇവയെല്ലാം നഗരത്തിലേക്ക് കൊണ്ടുപോയിക്കൊള്ളുക എന്ന് പറഞ്ഞു. കുട്ടി പോയ ഉടനെ ദാവീദ് കൽക്കൂനയ്ക്കടുത്തു നിന്ന് എഴുന്നേറ്റ് 3 പ്രാവശ്യം നിലത്ത് കുമ്പിട്ടു. ജോനാഥനും ദാവീദും പരസ്പരം ചുംബിച്ചു. ദാവീദിന് പരിസരബോധം വരുന്നതുവരെ അവർ കരഞ്ഞു. ജോനാഥാൻ അവനോട് പറഞ്ഞു, സമാധാനത്തോടെ പോവുക. കർത്താവ് എനിക്കും നിനക്കും എൻ്റെ സന്തതികൾക്കും നിന്റെ സന്തതികൾക്കും മധ്യേ എന്നും സാക്ഷിയായിരിക്കട്ടെ എന്ന് നമ്മൾ കർത്താവിൻ്റെ നാമത്തിൽ സത്യം ചെയ്തിട്ടുണ്ടല്ലോ. ദാവീദ് യാത്രയായി. ജോനാഥാൻ നഗരത്തിലേക്ക് മടങ്ങി.